ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2, 3 ഉള്ളി അങ്ങ് അരിഞ്ഞു വെച്ചു കേട്ടോ. എണ്ണയൊക്കെ ചൂടായി ഉള്ളി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ഉള്ളിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ കുറച്ച് ഉള്ളി ഇട്ട് ഞാൻ ഇളക്കി തുടങ്ങിയേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞപ്പോൾ തോന്നി എന്നാ കിടക്കട്ടെ എല്ലാം അരിഞ്ഞതല്ലേ എന്ന് വിചാരിച്ചു. ഉള്ളി നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞപ്പം ഞാൻ പൊടികൾ ആഡ് ചെയ്യാൻ തുടങ്ങിയേ. മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയും. ഉള്ളി സൈഡിൽ വെച്ചിട്ട് പൊടി ഇങ്ങനെ സൈഡിലിട്ട് മൂപ്പിക്കുന്ന വിദ്യ മമ്മയുടെ അടുത്തുനിന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് മമ്മി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാറ്. ഞാൻ അങ്ങനെ ഇളക്കി നോക്കിയിട്ട് എനിക്കത് അത്ര ശരിയായില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിയും പൊടിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കിയിട്ടാട്ടോ അത് മൂപ്പിച്ചെടുത്തത്. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ തക്കാളിക്ക് ഇട്ട് കേട്ടോ. പിന്നെ തക്കാളിക്കൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിക്കനും ഇട്ട് ഇളക്കി. ചിക്കനിൽ ഞാൻ സാധാരണ വെള്ളം ഒഴിക്കാതെ തീ കുറച്ച് വെച്ച് വേവിക്കുക കേട്ടോ ചെയ്യാറ്. ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും കരിയാപ്പിലയും ആഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യണമെന്ന്. ഞാൻ എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തു കേട്ടോ. പിന്നെ അവസാനം ശകലം തേങ്ങാപ്പാലും. എന്തായാലും ചിക്കൻ കറി അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടി കേട്ടോ.